ഗുഡ് മോർണിംഗ്. പുറത്ത് നല്ല മഴയുണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. സോ ഫീഡ്ബാക്ക് മെക്കാനിസം അതെങ്ങനെ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യാം, അതിൽ തന്നെ പ്രധാനപ്പെട്ട സർക്യൂട്ടായ ആംപ്ലിഫയേഴ്സിൽ നമുക്കെങ്ങനെ ഫീഡ്ബാക്ക് മെക്കാനിസം യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നതിന് മുമ്പ് ബിഫോർ സ്റ്റാർട്ടിങ് ഫീഡ്ബാക്ക് ആൻഡ് ഓൾ നമുക്ക് ഒരു വാമപ്പ് അല്ലേ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് റിവൈവ് ചെയ്തു. എല്ലാവരും ഒന്ന് നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഞാൻ ഈ പറയുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു ശരിക്കത്തൊരു ഫോം സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, സോ വാട്ട് ഈസ് വാട്ട് എന്നറിയണമെങ്കിൽ കഴിഞ്ഞ രണ്ട് മൊഡ്യൂളിലെ പോർഷൻസ് നിങ്ങൾ നോക്കണം. ഫൈൻ. സോ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് മുമ്പ് വാട്ട് ഈസ് ഫീഡ്ബാക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സോ ബേസിക്കലി തേർഡ് മൊഡ്യൂൾ, നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിൽ തേർഡ് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ആൻഡ് ഹൈ പവർ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ പവർ ആംപ്ലിഫയേഴ്സ്. ഇതാണ് നമ്മൾ തേർഡ് മൊഡ്യൂൾ നോക്കാൻ പോകുന്ന മെയിൻ സാധനം. അതിൽ മെയിൻ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പിന്നെ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. ഒന്ന് നോക്കിയാലോ. റെഡി? ലെറ്റ്സ് ബിഗിൻ. ഫൈൻ. സോ ദി തിങ് ഈസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. സോ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞ ടെക്നിക്കാലിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഫീഡ്ബാക്ക്, സോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് തിരിച്ച് അതിലേക്ക് തന്നെ ഫീഡ് ചെയ്യാം, അതിലേക്ക് തന്നെ കടത്തി വിടുക. സോ ദാറ്റ്സ് നോൺ ആസ് ഫീഡ്ബാക്ക്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളൊക്കെ ജീവിക്കുന്നത് ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെയാണ്. നമ്മളെല്ലാവരും നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഫീഡ്ബാക്ക് മെക്കാനിസം ഇല്ലാതെ ഒരു സാധനവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ബ്രെയിൻ ഈസ് എ പ്രോസസ്സർ. നമ്മൾ ചെയ്യുന്ന ഓരോ സാധനങ്ങളുടെയും ഔട്ട്പുട്ട് ബ്രെയിൻ വെരിഫൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങളെ ബ്രെയിൻ പ്രവർത്തിപ്പിക്കും. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് ഇൻപുട്ട് എലമെൻറ്റ്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻപുട്ട് എലമെൻറ്റ്സ് നമ്മുടെ കണ്ണ്, അല്ലെങ്കിൽ നമ്മുടെ ചെവി, നമ്മുടെ എന്താ പറയുക, നമ്മുടെ മസിൽസ്, ദേ ആർ ഓൾ ഫീഡ്ബാക്ക് എലമെൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ ഫീഡ്ബാക്ക് എലമെൻറ്റ്സ് കൊണ്ട് ബ്രെയിന് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ ഒരു സിഗ്നൽ കൊടുക്കുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികളൊക്കെ, ഡേ ടു ഡേ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഫീഡ്ബാക്ക് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം. വെദർ യു ഗോ ടു ഇലക്ട്രോണിക്സ് ഓർ വെദർ യു ഗോ ടു മെക്കാനിക്സ് ഓർ വെദർ യു ഗോ ടു എനി എഞ്ചിനീയറിംഗ് സൈഡ് ഓർ എനി ഫീൽഡ് ദാറ്റ് റിക്വയർസ് എ കൺട്രോൾഡ് മെക്കാനിസം. ഈവൻ യു ടേക്ക് ദ ബയോളജിക്കൽ സിസ്റ്റം, ഞാൻ പറഞ്ഞ പോലെ. സോ എനി സിസ്റ്റം ദാറ്റ് നീഡ്സ് എ കൺട്രോൾഡ് മെക്കാനിസം ഫോർ ഇറ്റ്സ് പ്രോപ്പർ ഫങ്ഷനിങ് ഈസ് നോൺ ആസ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങളെല്ലാവരും സൈക്കിള് ചവിട്ടിയിട്ടുണ്ടാവും അല്ലേ. സോ സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മളിങ്ങനെ ചവിട്ടി പോവാണ്, ഒരു കയറ്റം കയറുകയാണ്. ഇമാജിൻ അത്യാവശ്യം നല്ലൊരു സ്ട്രെയിനുള്ളൊരു കയറ്റമാണെന്ന് വിചാരിക്കുക. സോ ഈ കയറ്റം കയറുമ്പോൾ നമ്മളൊന്ന് ആഞ്ഞ് ചവിട്ടും അല്ലേ. ഒന്ന് ആഞ്ഞ് ചവിട്ടി തുടങ്ങും. കുറച്ചും കൂടി ഒന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് ചവിട്ടും. റൈറ്റ്. സോ പിന്നെ വണ്ടി നീങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റാമിന വാട്ട് യു ആർ ഹാവിങ്. രാവിലെ ഇഡ്ഡലിയാണോ കഴിച്ചത്, അല്ല അയിലയും മത്തിക്കറിയാണോ കഴിച്ചത്, അല്ല ഞാൻ ഉദ്ദേശിച്ചത് അലുവയും മത്തിക്കറി എന്നുള്ള കോമ്പിനേഷനാണ്. എനിവേ, വാട്സ് എവർ, നിങ്ങൾ രാവിലെ കഴിച്ച ഭക്ഷണത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്റ്റാമിന ഡിറ്റർമിൻ ചെയ്യുക. എനിവേ, വാട്സ് എവർ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ. രാവിലെ കഴിച്ച ഭക്ഷണം കൊണ്ട് മാത്രം സ്റ്റാമിന ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് നല്ലോണം അറിയാം. ബട്ട് സ്റ്റിൽ എനിവേ, നിങ്ങൾ എഴുന്നേറ്റൊന്ന് ചവിട്ടും. പക്ഷെ പിന്നീടും വണ്ടി പോയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അതിലേക്ക് ആഞ്ഞ് ചവിട്ടും. അവിടെയാണ് ഞാൻ പറഞ്ഞ ഫീഡ്ബാക്ക് മെക്കാനിസം വരുന്നത്. എന്താ അവിടുത്തെ ഫീഡ്ബാക്ക്? കയറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ് തിങ്, റൈറ്റ്. ആ സ്ലോപ്പ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾ ചവിട്ടുന്നതിൻ്റെ എഫേർട്ട് പോരാ എന്ന് ബ്രെയിനിന് തോന്നുമ്പോൾ ബ്രെയിൻ മസിൽസിന് സിഗ്നൽ കൊടുക്കും, ഒന്നും കൂടി ആഞ്ഞ് ചവിട്ടിക്കുമെന്ന്. ക്ലിയർ? സോ നമ്മുടെ മസിലിൻ്റെ സ്ട്രെയിൻ ആണ് ഇൻപുട്ട്. ആ ഇൻപുട്ടിനെ ബ്രെയിൻ പ്രോസസ് എടുക്കും, അല്ലെങ്കിൽ മസിലിൻ്റെ സ്ട്രെയിൻ ആണ് ഔട്ട്പുട്ട്.
റൈറ്റ്. സോ ആ ഔട്ട്പുട്ടിൻ്റെ ബ്രെയിൻ എടുക്കും. ഇത് പോരാ മോനെ ദിനേശ, കുറച്ചും കൂടി പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. സോ നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് നമ്മുടെ കണ്ണുകളാണ്. അല്ലെങ്കിൽ മുന്നോട്ട് നമ്മുടെ കണ്ണുകളെന്ന് പറയാൻ കാരണം സ്ലോപ്പ് കുറേ കൂടി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കണ്ണുകളാണ്. അല്ലെങ്കിൽ അത് നോക്കി കാണുന്നത് നമ്മുടെ കണ്ണുകളാണ്. സോ കണ്ണുകൾ ഇത് പറയാണ് സ്ലോപ്പ് കുറച്ചും കൂടി ഉണ്ട്, ഞാനിപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ അതേപടി താഴേക്ക് വരും. സോ വാട്ട് ഐ ഹാവ് ടു ഡു ഈസ് ഐ ഹാവ് ടു ആസ്ക് ദ ബ്രെയിൻ ടു ട്രിഗർ മോർ എനർജി ഇൻ ടു ദ മസിൽസ്. ക്ലിയർ. സോ കണ്ണിന്ന് ഇൻപുട്ട് എടുത്തു, ബ്രെയിനിലേക്ക് പോയി, ബ്രെയിന് പറയാണ് മസിൽസ് യു ഹാവ് ടു വർക്ക് മോർ സോ ദാറ്റ് ഐ ക്യാൻ റീച്ച് ദ ടോപ്പ് ഓഫ് ദി ഹിൽ. സോ ഒരു സിമ്പിൾ മെക്കാനിസം. സോ കോൺസ്റ്റൻ്റ്ലി നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു സാധനം എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുത്ത് നമ്മുടെ എഫിഷ്യൻസി, ക്ലിയർ, നമ്മുടെ എഫിഷ്യൻസി ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ ഇപ്പോൾ ക്ലിയർ അല്ലേ? ഓക്കെ. സോ കോൺസ്റ്റൻ്റ്ലി യു മോണിറ്റർ ദി ഔട്ട്പുട്ട്. ബേസിക് എക്സ്പ്ലനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഔട്ട്പുട്ടിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. സോ അതാണ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൻ്റെ. എന്നിട്ട് ഒരു പ്രോസസ്സ് മോണിറ്റർ ചെയ്യുക, രണ്ടാമത്തെ പ്രോസസ്സ് ഈ ഒരു ഭാഗം ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്യുക. ക്ലിയർ. ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്യുക. സോ ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ ദ സിസ്റ്റം വിൽ ഗെറ്റ് മോർ എഫിഷ്യൻ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. ഇല്ലേ? നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. നമ്മുടെ എഫിഷ്യൻസി പോരാന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമൽ കേസിൽ നമ്മുടെ എഫിഷ്യൻസി പോരാന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും. അല്ലേ? ഇറ്റ്സ് എ നോർമൽ. അതാ ഞാൻ പറഞ്ഞത്, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് യു ടേക്ക് ഇൻ ലൈഫ് ദാറ്റ് ഇസ് എ ഫീഡ്ബാക്ക് മെക്കാനിസം. നിങ്ങളൊരു കഴിഞ്ഞ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞ ദിവസം നിങ്ങളെടുത്ത് നോക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസം പോരാ, എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ then you will improve it today. You are taking the output from yesterday and putting as a feedback to today morning. ഇന്ന് രാവിലെ നിങ്ങളൊരു ഫീഡ്ബാക്ക്, ഓക്കെ ഇന്നലെ വർക്ക് ചെയ്താൽ പോരാ, സോ ഇന്ന് ഞാൻ കുറച്ചും കൂടെ വർക്ക് ചെയ്യണം. ഇങ്ങനത്തെ. സോ ദിസ് ഈസ് നോൺ ആസ് എ ഫീഡ്ബാക്ക് മെക്കാനിസം. യു ടേക്ക് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യു സ്റ്റിക്ക് ഓൺ ടു ഫീഡ്ബാക്ക് സിസ്റ്റം. ഇത് ഞാൻ ആംപ്ലിഫയറിൻ്റെ കേസിൽ മാത്രമല്ല പറയുന്നത്, ലൈഫിൻ്റെ കേസിലും കൂടി ഞാൻ കണക്ട് ചെയ്യണം. ഹൗ എ ഫീഡ്ബാക്ക് മെക്കാനിസം ഈസ് ഇൻവോൾവ്ഡ് ഇൻ യുവർ ഡെവലപ്മെൻറ്റ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. ഒരു മോട്ടിവേഷണൽ ക്ലാസ് പോലെ ആയിപ്പോയോ എനിക്കറിയില്ല. ബട്ട് വാട്ട്സ് എവർ, ദിസ് ഈസ് എ ഗ്രേറ്റ് കൺസെപ്റ്റ്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ വളരെ ഈവൻ സൈക്കോളജിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്താലും ടെക്നിക്കലി അപ്രോച്ച് ചെയ്താലും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കൺസെപ്റ്റാണ്. ക്ലിയർ. സോ ഇതാണ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു ഇൻട്രോ. ക്ലിയർ. ഇനി ഞാൻ ഈ ടവൽ ഇവിടെ വെച്ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. ഇവിടെ ഒരു മൈക്ക് ഉണ്ട്. ആ മൈക്ക് ഉടക്കി വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ടവലിവിടെ വെച്ചിരിക്കുന്നത്. സോ അതിനുള്ള ഇതിപ്പോൾ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നുണ്ട്. ഫൈൻ. അല്ല നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ വലിയ ജാടയാണ് തേങ്ങയാണെന്നൊന്നും വിചാരിക്കേണ്ട. ക്ലിയർ. സോ ജസ്റ്റ് ബട്ട് യു ടു എ മെക്കാനിസം. യു കോൾ ഇറ്റ് എ ഫീഡ്ബാക്ക് മെക്കാനിസം. കാരണം കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് ശരിയായില്ല. എനിവേ വാട്ട്സ് എവർ. ഓക്കെ, ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലേക്ക് വരാം. ഓക്കെ, നമ്മളെന്താ പഠിച്ചത്? നോർമലി ഒരു ആംപ്ലിഫയർ, നോർമൽ കേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടത് വി യൂസ് ട്രാൻസിസ്റ്റർ ടു മേക്ക് ആൻ ആംപ്ലിഫയർ അല്ലേ. ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്ന അതിൻ്റെ ഗെയിനാണ്. ട്രാൻസിസ്റ്റർ ഗെയിനാണ്, സ്മോൾ സിഗ്നൽ ഗെയിൻ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഈ ഗെയിൻ സേ ഫോർ എക്സാമ്പിൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ ബീറ്റ. നമ്മൾ കൂടുതൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് നോക്കുന്നത്, കാരണം ഇറ്റ്സ് എ പ്രാക്ടിക്കൽ സർക്യൂട്ട് ടു മേക്ക് ആംപ്ലിഫയേഴ്സ്. സോ അങ്ങനെയാണെങ്കിൽ ഈ സാധനം ബീറ്റ എന്ന് പറയുന്ന സാധനം ആണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഗെയിൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഗെയിനാണ് ആംപ്ലിഫിക്കേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്ലിയർ. സോ ബീറ്റ ഡിറ്റർമിൻസ് ദ ഗെയിൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ ആൻഡ് ദാറ്റ് ഗെയിൻ ഡിറ്റർമിൻസ് ദി ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ. ക്ലിയർ. ഇനി നമ്മൾ ബീറ്റ ഒക്കെ ഡിഫൈൻ ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ബീറ്റ എന്താണ് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. എങ്ങനെ ഐ സിയും ഐ ബിയും ഒക്കെ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു ബീറ്റയുമായിട്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ കളക്ടർ കറണ്ട് റിലേറ്റഡ് ടു എമിറ്റർ കറണ്ടൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ഈ ബീറ്റ, ഓക്കെ, ദിസ് ബീറ്റ എന്ന് പറഞ്ഞ സാധനം ശ്രദ്ധിക്കണം, ഈ ബീറ്റ എന്ന് പറഞ്ഞ സാധനം, ട്രാൻസിസ്റ്ററിൻ്റെ ബീറ്റ എന്ന് പറയുന്ന ഗെയിൻ ഈസ് ഹൈലി ഡിപ്പെൻഡൻ്റ് അപ്പോൺ എക്സ്റ്റേണൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, ലൈക്ക് ടെമ്പറേച്ചർ, കറണ്ട് വേരിയേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ജംഗ്ഷനിലുണ്ടാവുന്ന ടെമ്പറേച്ചർ കൊണ്ടുണ്ടാവുന്ന വ്യത്യാസം, കറണ്ട് ഫ്ലോയിൽ വ്യത്യാസം. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പാരാമീറ്റേഴ്സായ ടെമ്പറേച്ചർ എക്സെട്ര, ടെമ്പറേച്ചർ പോലുള്ള എക്സ്റ്റേണൽ പാരാമീറ്റേഴ്സ് കൊണ്ട് ബീറ്റയ്ക്ക് സാരമായ മാറ്റം വരാം. സോ വെൻ ദർ ഇസ് ചേഞ്ച് ഇൻ ബീറ്റ,
ഇനി ഞാൻ കണക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടാവും. വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ബീറ്റ ദി ഗെയിൻ വിൽ ബി എഫക്റ്റഡ്, ആൻഡ് വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഗെയിൻ ദി ആംപ്ലിഫിക്കേഷൻ വിൽ ബി എഫക്റ്റഡ്. സോ ബീറ്റ റിലേറ്റഡ് ടു ആംപ്ലിഫിക്കേഷൻ ലൈക്ക് ദിസ്. ക്ലിയർ? ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. സോ ബീറ്റ related to the gain of the amplifier is related to the amplification of the amplifier. So ഈ പറഞ്ഞ സാധനം is all connected and this beta is not constant. അവിടെയാണ് പ്രശ്നം. സോ ഈ ബീറ്റ കോൺസ്റ്റൻ്റ് ആവാത്തിടത്തോളം കാലം ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ എന്താ പറയുക, ആംപ്ലിഫയറിൻ്റെ ചൂട് കൂടി, എന്തെങ്കിലും ഒരു ഹൈ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പണൻറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ചൂട് കൂടുകയാണ്. സോ ഡിവൈസിൻ്റെ ചൂട് കൂടുമ്പോൾ അത് നിങ്ങൾ സംസാരത്തിൻ്റെ പിച്ചിനെയും അല്ലെങ്കിൽ ദ ഫ്രീക്വൻസിനെയും നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ വോളിയത്തിനെയൊക്കെ സാരമായി എഫക്റ്റ് ചെയ്യും. കാരണം എന്താ, നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മൾ ആംപ്ലിഫയർ ഇങ്ങനെയാണ് പഠിച്ചത്, ഇതാണ് ആംപ്ലിഫയർ സിസ്റ്റം. ഓക്കെ, ഇതിനനുസരിച്ച് ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക, ഹൈലി ഡിസ്റ്റോർട്ടഡ് നോയ്സ്. ഇങ്ങനെ കിട്ടേണ്ടതിന് പകരം നമുക്ക് കിട്ടുക ഹൈലി ഡിസ്റ്റോർട്ടഡ് സിഗ്നൽ ആയിരിക്കും. എന്നുവെച്ചാൽ അതിനെ നമ്മൾ നോയ്സ് എന്ന് പറയും, നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനം നമുക്ക് വൃത്തിയായിട്ട് തിരിച്ച് കിട്ടണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ഫീഡ്ബാക്ക് മെക്കാനിസം. സോ ഇപ്പോൾ മനസ്സിലായത്, ഞാൻ ആ ഡെഫിനേഷനിലേക്ക് വന്നു. സോ എ ഫീഡ്ബാക്ക് മെക്കാനിസം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എലമെൻറ്റ് നമ്മൾ സർക്യൂട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദി ഡിപ്പെൻഡൻസി ഓഫ് ബീറ്റ ഈസ് കൺസിഡറബിളി ഡിക്രീസ്ഡ്. അതായത് ബീറ്റയെ ഡിപ്പെൻഡൻറ്റ് ചെയ്തുകൊണ്ടുള്ള ആംപ്ലിഫിക്കേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കുറയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയ ടെമ്പറേച്ചർ പോലുള്ള എക്സ്റ്റേണൽ സാധനങ്ങൾ ആംപ്ലിഫയറിൻ്റെ വർക്കിങ്ങിനെ അധികം ബാധിക്കില്ല എന്നർത്ഥം. ആം ഐ ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ആ ഗ്രൂപ്പിലേക്ക് വരെങ്കിൽ യു കോൾ മീ. ഓക്കെ, ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ, സോ മനസ്സിലായില്ല? സോ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള എഫക്റ്റ് നമ്മളിൽ അല്ലെങ്കിൽ ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവില്ല. സോ വിത്തൗട്ട് എൻ ഫീഡ്ബാക്ക് സർക്യൂട്ട് ആംപ്ലിഫയർ വിൽ ഹാവ് ലോട്ട് ഓഫ് ഡിസ്റ്റോർഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നുള്ളതിൽ കീ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഇതാണ്. സോ വിത്തൗട്ട് എ feedback mechanism the output of the amplifier will be highly distorted. With a feedback mechanism the output is like ideal, I mean near ideal. അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റോർഷൻ നോയ്സ് കുറച്ച് കൊണ്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് വിത്ത് ഫീഡ്ബാക്ക് കിട്ടുക. ക്ലിയർ? ഇതാണ് ഫീഡ്ബാക്ക്, വെരി സിമ്പിൾ അപ്രോച്ച്. സോ ഇൻ an ideal amplifier the output is highly deviative because it is dependent upon beta and the transistor, since the transistor characteristics will vary, ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറുന്നത് കൊണ്ട് ദി ഐഡിയൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഹൈലി ഡീവിയേറ്റീവ് ആയിരിക്കും. എന്താ ഡീവിയേഷൻ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി ഡീവിയേറ്റീവ്. ബട്ട് ഇഫ് യു ഇൻട്രൊഡ്യൂസ് ആൻ ഫീഡ്ബാക്ക് മെക്കാനിസം ഇൻ ടു ദ സർക്യൂട്ട് യു ക്യാൻ റെഡ്യൂസ് ദിസ് ഡീവിയേഷൻ. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിലേക്ക് കൂടുതൽ നമുക്ക് അടുപ്പിക്കാൻ കഴിയും ഇഫ് യു ആർ യൂസിങ് എ ഫീഡ്ബാക്ക് മെക്കാനിസം. ക്ലിയർ? ഇതാണൊരു ഇൻട്രോ, ഫീഡ്ബാക്കിൻ്റെ ഇൻട്രോ. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുക പ്രോപ്പർ ലാംഗ്വേജിൽ? ഇൻജെക്റ്റിംഗ് എ പാർട്ട് ഓഫ് എനർജി ഫ്രം ദി ഔട്ട്പുട്ട് ബാക്ക് ടു ദി ഇൻപുട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫീഡ്ബാക്കിനെ പറയാം. സോ യു ഇൻജെക്റ്റ് എ പാർട്ട് ഓഫ് ഔട്ട്പുട്ട് ബാക്ക് ടു ദി ഇൻപുട്ട്. ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പാർട്ട് എടുത്തിട്ട് തിരിച്ച് ഇൻപുട്ടിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് നോൺ ആസ് ഫീഡ്ബാക്ക് മെക്കാനിസം. സിമ്പിൾ കൺസെപ്റ്റ്. ഫീഡ്ബാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് രണ്ട് സാധനങ്ങൾക്കാണ്. വി യൂസ് ഫീഡ്ബാക്ക് ബോത്ത് ഫോർ ടോപ്പൊക്കെ മാരകമാണ്, ബോത്ത് ഫോർ ആംപ്ലിഫയർ ആൻഡ് ഓസിലേറ്റേഴ്സ്. ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്. ഓക്കെ, ആംപ്ലിഫയേഴ്സിനും ഓസിലേറ്റേഴ്സിനും നമ്മൾ ഫീഡ്ബാക്ക് യൂസ് ചെയ്യും. കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുള്ളതെന്നുള്ളത്. ഓക്കെ, ഇനി ദർ ആർ ബേസിക്കലി ടു ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക്. ഓക്കെ, പോസിറ്റീവ്. ഓക്കെ, ഐ വിൽ യൂസ് ദിസ്, കുറച്ചും കൂടി ബെറ്റർ ഇതാണ്. സോ യു ഹാവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്.
2 types of feedback mechanism, positive feedback and negative feedback. ഇനി എന്താ പോസിറ്റീവ് ഫീഡ്ബാക്ക്? ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ ഇൻ ഫേസ് ആണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു ഔട്ട്പുട്ട് എന്ന് എന്താ ഇൻ ഫേസ് ആൻഡ് ഔട്ട് ഓഫ് ഫേസ് നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ ഇനി വേറൊരു സിഗ്നൽ, യു ടേക്ക് അനദർ സിഗ്നൽ ആൻഡ് യു മിക്സ് ഇറ്റ് and you mix it. So this is ഈ രണ്ട് സിഗ്നൽ മിക്സ് ചെയ്യണമെങ്കിൽ യു കോൾ ദിസ് ആസ് ഇൻ ഫേസ്. ഇനി നിങ്ങൾ വേറൊരു സിഗ്നൽ എടുക്കുകയാണ്, ഇങ്ങനെ എടുക്കുകയാണ്, ആൻഡ് യു കമ്പയർ ദിസ് ടു, ഇത് രണ്ടും നോക്കിയേ. ദിസ് ഈസ് എക്സാക്ട്ലി, അതായത് ഈ രണ്ട് സാധനങ്ങൾ വരച്ച് കുളവാക്കിയ. എനിവേ ദിസ് ഈസ് ഔട്ട് ഓഫ് ഫേസ് എന്ന് നമ്മൾ പറയും. നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് വി കോൾ ദിസ് ആസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സിഗ്നൽ. സോ ഇഫ് യു മിക്സ് ദിസ്, യു കോൾ ദിസ് സിഗ്നൽ ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദിസ് സിഗ്നൽ, ആൻഡ് ദിസ് സിഗ്നൽ ഈസ് ഇൻ ഫേസ് വിത്ത് ദിസ് സിഗ്നൽ എന്ന് നമ്മൾ പറയും. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിവൈവ് ചെയ്തേ ഉള്ളൂ. സോ പിന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് നത്തിങ് ബട്ട് ഔട്ട്പുട്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട്. ഔട്ട്പുട്ട് ഇൻപുട്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആണ്. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഇൻ ഫേസ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഓക്കെ, ഇനി അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഔട്ട് ഓഫ് ഫേസ് ഫീഡ്ബാക്ക് മെക്കാനിസം, അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, സോ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ നോ ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ സെയിം ആംഗുലാർ ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻ ഫേസ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഇനി ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഓക്കെ, ഇതും കൂടി ഓർക്കുക. പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓസിലേറ്റേഴ്സിനാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത് എന്തിലാണ്? ആംപ്ലിഫയേഴ്സിനാണ്. ഓക്കെ, സോ ദിസ് വി യൂസ് ഫോർ ഓസിലേറ്റേഴ്സ് ആൻഡ് ദിസ് യൂസ് ഫോർ ആംപ്ലിഫയേഴ്സ്. എന്തുകൊണ്ടാണിത് എന്നുള്ളതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പോസിറ്റീവ് ഫീഡ്ബാക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, സോ പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫീഡ്ബാക്ക് എന്ന് നമ്മൾ പറയും. സോ പോസിറ്റീവ് ഫീഡ്ബാക്കിന് റീജനറേറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ഫീഡ്ബാക്ക്, ഞാൻ എഴുതി വെറുതെ നശിപ്പിക്കുന്നില്ല. റീജനറേറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ഫീഡ്ബാക്ക് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി റീജനറേറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഒരു പ്രത്യേകത, 2 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന്, അതിൻ്റെ ഗെയിൻ വിൽ ബി ഇംപ്രൂവ്ഡ്. പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഗെയിൻ വിൽ ബി ഇംപ്രൂവ്ഡ്. ഗെയിൻ നമുക്ക് കൂട്ടാൻ കഴിയും. സർക്യൂട്ടിൻ്റെ ഗെയിൻ, പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ സർക്യൂട്ടിൻ്റെ ഗെയിൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. സെക്കൻഡ് ഫീച്ചർ, പക്ഷേ ഇത് പോസിറ്റീവ് ഫീച്ചറാണ്, ഇത് നെഗറ്റീവ് ഫീച്ചർ എന്താ? ഇറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് അൺവാണ്ടഡ് ഡിസ്റ്റോർഷൻ എന്നുവെച്ചാൽ അല്ലെങ്കിൽ നോയ്സ്. ഒരുപാട് നോയ്സ് നമ്മൾ സർക്യൂട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഗെയിന് കൂടുമായിരിക്കും, ഗെയിൻ വെച്ചാൽ അതിൻ്റെ പ്രവർത്തനക്ഷമത കൂടുമായിരിക്കും, പക്ഷേ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഫീച്ചർ, ഡിസ്റ്റോർഷൻ കുറയുന്നില്ല കേട്ടോ അർത്ഥം, അതിൻ്റെ ഒരു നെഗറ്റീവ്, അതായത് ഒരു ഡ്രോബാക്ക്. ഈ കോൾ ദിസ് ഇങ്ങനെ വെച്ചാൽ ബുദ്ധിമുട്ടാവും, ഡ്രോബാക്ക്. ഇത് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. സോ ഗെയിൻ ഹൈ ആയിരിക്കും, ഇത് പോസിറ്റീവ് സൈഡാണ്, ഗെയിൻ കൂടും, പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട്. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് വിൽ ഇൻട്രൊഡ്യൂസ് ഡിസ്റ്റോർഷൻ ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഗെയിൻ. ഇനി നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കാര എന്ന് പറയുന്നത് ഗെയിൻ കുറവായിരിക്കും, ഗെയിൻ വിൽ ബി റെഡ്യൂസ്ഡ്. അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എടുക്കുകയാണെങ്കിൽ ബട്ട് ലെസ് ഡിസ്റ്റോർഷൻ, അല്ലെങ്കിൽ ദർ ഈസ് നോ ഡിസ്റ്റോർഷൻ എന്ന് വേണമെങ്കിൽ. സോ ഇതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. സോ ദിസ് ഈസ് പോസിറ്റീവ് സൈഡ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ് സൈഡ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ പിന്നെ ഇതിനെ നമ്മൾ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഡീജനറേറ്റീവ് feedback. So this is regenerative feedback and negative feedback is degenerative feedback. Clear ആവുന്നുണ്ടോ? ഓക്കെ, സോ ഇനി ഇതിൻ്റെ ബേസിൽ ഒന്ന് നോക്കുക. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞു ഓസിലേറ്റേഴ്സിനെ യൂസ് ചെയ്യുക, ഗെയിൻ കൂടുതലാണ്.
നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിനെ യൂസ് ചെയ്യുക, ഗെയിൻ കുറവാണ്. നമ്മളെ സംബന്ധിച്ച് പിന്നെ ഒരു മിനിറ്റ്, ഹിയർ ദി ലെസ് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ദി പെർഫോമൻസ് ഓഫ് ദ ആംപ്ലിഫയർ ഈസ് ഇൻക്രീസ്ഡ്. ദ പെർഫോമൻസ് ഓഫ് ആംപ്ലിഫയർ ഈസ് ഇംപ്രൂവ്ഡ്. ഇങ്ങനെ എഴുതാം, ഇതായിരിക്കും കുറച്ചും കൂടി ആപ്റ്റ് വേർഡ്. ഓക്കെ, ഡിസ്റ്റോർഷൻ കുറയുന്നത് നമുക്ക് എഴുതണ്ട, ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ദ കറക്റ്റ് തിങ്. കാരണം ദിസ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് വാല്യൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓസിലേറ്ററിൻ്റെ കാര്യം എടുത്ത് നോക്കുക. ഓസിലേറ്റർ എന്ന് പറഞ്ഞ സാധനം കണ്ടിന്യൂസ് ഒരു സപ്ലൈ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എനർജി കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസിലേറ്റർ എന്ന് പറയുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്ഥിരം കാണുന്നൊരു സർക്യൂട്ട് ഉണ്ട്, അല്ലേ? ഒരു ഇതുണ്ടാവും, ഒരു ഇൻഡക്റ്റീവ് എലമെൻ്റ് ഉണ്ടാവും, അല്ലേ? ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. സോ ദർ വിൽ ബി എ കറണ്ട് ഫ്ലോയിങ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വരയ്ക്കുകയാണ്. സ്വിച്ച് ഒരു വട്ടം ഇട്ടു, പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തു കേട്ടോ. ജസ്റ്റ് യു പുട്ട് കോണിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് പോലെ, റൈറ്റ്? സോ ദ ഔട്ട്പുട്ട് ഈസ് ലൈക്ക് ദിസ്. ദിസ് നോൺ ആസ് ഡാംഡ് ഓസിലേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡാംഡ് ഓസിലേഷൻ. ഇത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ യു ഷുഡ് പുട്ട് ദ സ്വിച്ച് കണ്ടിന്യൂസ്ലി ഹിയർ സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ഓസിലേഷൻ ലൈക്ക് ദിസ്, പ്രോപ്പർ ഓസിലേഷൻ. സോ ഇങ്ങനെ കിട്ടണമെങ്കിൽ അതിൻ്റെ ഗെയിന് കൂടിയിരിക്കണം, അല്ലേ? ഗെയിൻ കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് വർദ്ധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നോട്ട് പെർഫോമൻസ്, അതിൻ്റെ ത്രൂപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കിട്ടുക, അല്ലേ? ഇവിടെ എത്തുമ്പോൾ ഔട്ട്പുട്ട് കുറഞ്ഞു വരികയാണ്. സോ ഈ പോയിൻ്റ് എത്തുമ്പോൾ കുറഞ്ഞു, ഈ പോയിൻ്റ് എത്തുമ്പോൾ ഒന്നും കൂടെ കുറഞ്ഞു, ഇതെത്തുമ്പോൾ ഒന്നും കൂടെ കുറഞ്ഞു. സോ ഇവിടേക്ക് എന്ത് ചെയ്യണം? ബൂസ്റ്റ് ചെയ്യണം. ബൂസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ബൂസ്റ്റ് ചെയ്യണം? ഗെയിൻ ബൂസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്കാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇങ്ങനെയാണ് ഞാൻ റിലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ റിലേഷൻഷിപ്പ്. എന്തുകൊണ്ട് ഓസിലേറ്ററിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ, അതായത് ഓസിലേറ്റർ സർക്യൂട്ടിൽ നമ്മൾ ഈ ഡാമ്പിങ് എഫക്റ്റ് അല്ലെങ്കിൽ എനർജി കുറയുന്നൊരു അവസ്ഥയുള്ളത് കൊണ്ട് യു ഹാവ് ടു ഗീവ് എ ഫീഡ്ബാക്ക് ടു ദ ഇൻപുട്ട്. സോ അവിടെ നോയ്സ് ഒരു വിഷയമല്ല. അവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഓസിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വിഷയം ഓസിലേറ്ററിനെ സംബന്ധിച്ച്. സോ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വാട്ട് യു ഗീവ് ഈസ് യു ഗീവ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അങ്ങനെയാണ് ഓസിലേറ്റർ കുറയ്ക്കുക. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മളെ സംബന്ധിച്ചൊരു ആംപ്ലിഫയറിൻ്റെ മെയിൻ സാധനം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ സംസാരിക്കുന്നു, എൻ്റെ മൈക്ക് പിക്ക് ചെയ്യുന്നു, അത് എൻ്റെ മൊബൈലിലേക്ക് പോകുന്നു, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങളടുത്ത് ചെവിയിലേക്കുന്നു. സോ വാട്ട് യു ആർ ഡൂയിങ് ഈസ് ദാറ്റ് ഇസ് എ സ്മോൾ സർക്യൂട്ടറി ദാറ്റ് വിൽ ആംപ്ലിഫൈ ദ സിഗ്നൽ. നിങ്ങൾ വോളിയം കൂട്ടുമ്പോൾ ആംപ്ലിഫൈ ചെയ്ത് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നു. ചെവിയിലേക്ക് എത്തുന്നത് ഞാൻ ഈ സംസാരിക്കുന്ന അതേ ശബ്ദത്തിലാണ് നിങ്ങളവിടെ കേൾക്കുന്നത്, അല്ലേ? സോ ഇതേ ശബ്ദത്തിൽ നിങ്ങളവിടെ കേൾക്കുമ്പോൾ ആ ശബ്ദത്തിന് ഒരു മാറ്റവും വരുന്നില്ല. യേശുദാസ് പാടുമ്പോൾ യേശുദാസിൻ്റെ ശബ്ദത്തിന് ഒരു മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ യേശുദാസിൻ്റെ ശബ്ദം ഇഷ്ടപ്പെടുന്നത്. എന്തെങ്കിലും മാറ്റം വന്നിരുന്നെങ്കിൽ നമ്മൾ യേശുദാസിനെ അല്ല കുറ്റം പറയേണ്ടത്, ആംപ്ലിഫയറിനെ കുറ്റം പറയേണ്ടത്. ഇത്രയും കാലമായി കൊണ്ടുവന്നിരുന്ന ആംപ്ലിഫയർ, ഞാൻ അങ്ങനെയാണ് അതിൻ്റെ രസം. എന്നുവെച്ചാൽ അതിൽ കാണുന്നത് നമ്മളെ ആംപ്ലിഫയറിൽ ഈ പാർട്ടിൽ പെർഫോമൻസ് ഓഫ് ദ ആംപ്ലിഫയറിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ നിങ്ങൾ സംസാരിക്കുന്നതല്ല നിങ്ങൾ കേൾക്കുക. യേശുദാസിൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി വേറെ ആരുടെയെങ്കിലും ശബ്ദമായി മാറിയിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനും പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓസിലേറ്റേഴ്സിനും യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, സോ ജസ്റ്റ് ഒരു ഇൻട്രോ. ഇനി അതിൻ്റെ കൂടുതൽ ടെക്നിക്കാലിറ്റീസിലേക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല. എന്താണ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസം. അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് നമ്മൾ അതിലേക്ക് കിടക്കാം. ഓക്കെ, സോ എൻജോയ് ദ ഡേ. ഞാൻ പറഞ്ഞില്ലേ, ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുക. യു കീപ്പ് ഓൺ ടേക്കിംഗ് ഫീഡ്ബാക്സ് ഫ്രം യുവർ യെസ്റ്റർഡേയ്സ് സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ ടുഡേയ്സ്. And then you take the feedback from today and put it to tomorrow and you improve yourself. ഇനി എൻ്റെ ശബ്ദം അതേപോലെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ, I'll give an experiment like this. ഞാനൊരു പാട്ട് പാടാം, അത് അതേപോലെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൊന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒരു സാഹസമാണേ. റിം ജിം ഗിരെ സാവൻ सुलग सुलग जाए मन भीगी आज ला 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 ना 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 ना.
റിമ് ഗിരെ സാവൻ. ഇനി ഇത് ആംപ്ലിഫയറിലൂടെ വന്ന് നിങ്ങളുടെ ചെവിയിലേക്ക് ആംപ്ലിഫൈ ചെയ്ത്, നിങ്ങൾ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ആംപ്ലിഫൈ ആണോ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ഞാൻ ഈ പാടിയ ഈ ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, സോ ഇറ്റ്സ് എ സ്മോൾ experiment of അല്ലെങ്കിൽ സ്മോൾ ടെസ്റ്റ് ദാറ്റ് പ്രൂവ്സ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഫോർ ആംപ്ലിഫയർ സർക്യൂട്ട്സ്. സോ താങ്ക് യു, എൻജോയ് ദ ഡേ. അടുത്ത പ്രാവശ്യം കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് ഫീഡ്ബാക്കിലേക്ക് കിടക്കാം. കുറച്ചൊന്ന് ഫാസ്റ്റ് ആവും. ഡോണ്ട് ബോദർ, യു കം ബാക്ക് ടു ദ വീഡിയോ, ക്ലാരിഫൈ ചെയ്യുക, ടെക്സ്റ്റ് എടുത്ത് നോക്കുക, പഠിക്കുക. എൻജോയ്. സി ബെസ്റ്റ് ടൈമാണത്, ബെസ്റ്റ് ടൈം. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. എൻജോയ് ലേണിംഗ്. ബൈ.